ഹായ്, വെൽക്കം ടു ഐഷാസ് കിച്ചൻ. ഇന്ന് ഞാൻ ക്യാരറ്റ് പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ക്യാരറ്റ് പോള വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം കൂടിയാണ്. വെറും 20 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്വീറ്റാണിത്. ഇത് സ്വീറ്റായിട്ടും കഴിക്കാം, സ്നാക്കായിട്ടും കഴിക്കാം. ഞാനിത് തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കാറ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റാണ്. ഞാൻ 3 ക്യാരറ്റ് തൊലി കളഞ്ഞ് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, കുറച്ച് റഫ്ലി ആയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലുള്ള 4 കോഴിമുട്ട. പിന്നെ എടുത്തിട്ടുള്ളത് പാൽപ്പൊടി, അതൊരു 4 ടീസ്പൂൺ ഉണ്ട്. കൂടുതൽ ചേർക്കണ്ട, 4 ടീസ്പൂൺ മതി. പിന്നെ അതുപോലെ മൈദ 4 ടീസ്പൂണ്. ഞാൻ ഈ ടീസ്പൂണിലാണ് ഞാൻ മൈദ മെഷർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മിൽക്ക് പൗഡറും ഞാനിതുപോലെ ഈ ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ മെഷർ ചെയ്തിട്ടുള്ളത്, 4 ടീസ്പൂണ്. പിന്നെ എടുത്തിട്ടുള്ളത് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം. പിന്നെ അതുപോലെ പഞ്ചസാര, അതും 4 ടേബിൾ സ്പൂണാണ്. ഒരു 2 ടേബിൾ സ്പൂണും കൂടി കൂട്ടി ചേർക്കാവുന്നതാണ്. ഞാൻ കുറഞ്ഞ മധുരത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഈ മൈദ നമ്മൾക്കൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് അതൊരു പേസ്റ്റാക്കി നമുക്ക് എടുക്കാം. ഒരുപാട് വെള്ളത്തിൽ നമ്മളത് കലക്കിയെടുക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതൊരു പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അത് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈദയുടെ അളവ് കൂട്ടണ്ട, 4 ടീസ്പൂൺ തന്നെ മാക്സിമം മെഷർ ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്രൈൻഡർ എടുത്ത് അതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർക്കാം. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടി കൂട്ടി ചേർക്കാം. ഞാൻ കുറഞ്ഞ മധുരത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതായത് ക്യാരറ്റൊക്കെ നന്നായിട്ട് അരഞ്ഞ് വരണം. ആ പരുവത്തിൽ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട, നേരെ ഇത് മാത്രം അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അത് മസ്റ്റാണ് ഈ റെസിപ്പിയിൽ. ഇനി നമുക്ക് ക്യാരറ്റ് പോള തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ പാനാണ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിന് പകരം ബട്ടറും ചേർത്ത് കൊടുക്കാം. നെയ്യ് മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നട്ട്സും റേസിൻസും ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരണം. ഞാനിവിടെ ബദാമും റേസിൻസും മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഇത് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഈ ക്യാരറ്റ് പോളയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതില്ലാതെയും ഇത് തയ്യാറാക്കാം. പിന്നെ ഇത് വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ഫ്ലെയിമിൽ, വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ നട്ട്സൊക്കെ കരിഞ്ഞു പോവും. അതുപോലെ ഞാൻ ഈ ക്യാരറ്റ് പോള തയ്യാറാക്കുന്നത് ഈ പാനിലാണല്ലോ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേക്കിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ പാനിലാണ് നിങ്ങൾ ക്യാരറ്റ് പോള ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ തിക്നെസ് കൂടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കുന്നതിന് സമയം കൂടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ഫ്ലെയിമിൽ കൂടുതൽ നേരം വെക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നല്ലത് നല്ല വൈഡായിട്ടുള്ള ഫ്രൈയിങ് പാനിൽ റെഡിയാക്കുന്നതാവും. ഞാനൊരു ഷേപ്പിന് വേണ്ടി മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും കോഴിമുട്ടയും കൊണ്ടുള്ള മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നെയ്യ് ഇതിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി വേറെ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ചൂടുണ്ട് പാന്.
അപ്പോൾ ഇതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെക്കണം. പക്ഷേ ഒട്ടും ചൂടില്ലാതെ ഒഴിച്ചും കൊടുക്കരുത്. ഏകദേശം ചൂട് വേണം, പക്ഷേ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. വളരെ താഴ്ന്ന് ഒഴിച്ചു കൊടുക്കും വേണം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിപ്പം ഇതിന് തിക്നെസ് കൂടിയത് കൊണ്ടാണ് 20 മിനിറ്റ് പറയുന്നത്. പക്ഷേ ഇത് ഫ്രൈങ് പാനിലാണ്, വൈഡായിട്ടുള്ള ഫ്രൈങ് പാനിലാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ മതി. പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ഗസ്റ്റ് വന്ന ശേഷം ഒന്ന് തയ്യാറാക്കിയാലും പെട്ടെന്ന് റെഡിയായി കിട്ടും. 10 മിനിറ്റിനകത്ത് നമ്മൾ ഫ്രൈങ് പാനിൽ റെഡിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. പിന്നെ ഇതൊരു കുക്ക് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഏകദേശം മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായി എന്ന് കണ്ടാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് ഒഴിച്ച പാടെ ഡെക്കറേറ്റ് ചെയ്താൽ ഈ നട്ട്സൊക്കെ താഴെ പോകും. അതുകൊണ്ടാണ് അത് ഏകദേശം ഒന്ന് സെറ്റായ ശേഷം പറയുന്നത് ഡെക്കറേറ്റ് ചെയ്യണമെന്ന്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെസിപ്പിയിലേക്ക് ക്യാരറ്റ് വേവിച്ചിട്ടും നമ്മൾക്ക് ജ്യൂസിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് വേവിക്കാതെയാണല്ലോ ചേർത്തിട്ടുള്ളത്. പക്ഷേ ടേസ്റ്റിൽ ഒരു വ്യത്യാസമില്ല, രണ്ടും ഒരേ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റ് വേവിക്കാതെ ചേർക്കുന്നതാവും നല്ലത്. നമ്മൾക്ക് പെട്ടെന്ന് റെഡിയാവും എല്ലാ സംഭവങ്ങളും. ക്യാരറ്റ് വേവിക്കുകയാണെങ്കിൽ ആ ടൈമും കൂടി എടുക്കുമല്ലോ. പിന്നെ അതുപോലെ ക്യാരറ്റ് വേവിക്കുമ്പോഴും നമ്മുടെ ക്യാരറ്റിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും ആ വെള്ളത്തിൽ പോവും, ക്യാരറ്റ് വേവിക്കുന്ന വെള്ളത്തിൽ. അപ്പോൾ അതിനേക്കാൾ നല്ലത് ക്യാരറ്റ് വേവിക്കാതെ യൂസ് ചെയ്യുന്നതാവും. ഇപ്പം ക്യാരറ്റ് പോള നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം സെറ്റാവാൻ ഇനിയും ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഇത് പതുക്കെ ഒന്ന് വേറൊരു പാനിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ചാവണം ഫ്ലിപ്പ് ചെയ്യുമ്പോൾ. പിന്നെ നന്നായി ചൂടാറിയ ശേഷം മാത്രം ഇത് കട്ട് ചെയ്യുക, നല്ല സ്ലൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒന്ന് ചൂടാറി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്